മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ പോകാം. ഇന്ന് ഷിയാസ് ചെയ്ത ഒരു അടിപൊളി പണി ഉണ്ടായിരുന്നു. അനുമോൾക്ക് ഇട്ട് കൊടുത്ത ഒരു പണിയാണ്. പ്ലാച്ചിയുടെ എവിക്ഷൻ ആയിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം പ്ലാച്ചി വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ അത് അത്ര ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. മുന്നേ അഭിഷേകും ഇതേപോലെ തന്നെ പ്ലാച്ചിനെ എടുത്ത് കളയുന്നൊക്കെ പറഞ്ഞിരുന്നു. ഷിയാസും അതുപോലെ തന്നെ പറഞ്ഞിട്ടാണ് വലിച്ചെറിയാണ് ചെയ്തത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ടാസ്കിന്റെ ഇടയിൽ മാനേജർ ആയിരുന്ന അനുമോളോട് ഷിയാസ് പറഞ്ഞു, നിന്റെ പ്ലാച്ചി എവിടെയാന്ന് ചോദിച്ചു. അപ്പോൾ അനുമോൾ അത് എടുത്തു കൊടുത്തു. പക്ഷേ കിട്ടിയ ഉടനെ ഷിയാസ് അതിനെ പിടിച്ചിട്ട് ഓടി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ഈ പ്ലാച്ചിനെ കൊണ്ട് നടക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനുമോളോട് പറഞ്ഞു, അത് തായോ തായോ എന്ന് പറഞ്ഞാൽ അനുമോൾ കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷിയാസ് അത് ബേബി ഹൗസിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയാണ് ചെയ്യുന്നത് കണ്ടത്. അത് കഴിഞ്ഞിട്ട് അനുമോൾ ഭയങ്കരമായിട്ട് കരഞ്ഞ് ചുമരുമ്പോൾ തല 3 പ്രാവശ്യമൊക്കെ ഇടിച്ചിട്ടാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. എന്നിട്ട് ഷിയാസ് പറയുന്നുണ്ട്, ഇനി പ്ലാച്ചിയൊന്നും വേണ്ട, നീ ഇനി ഗെയിം കളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അനുമോൾ അവിടെ നിന്ന് നേരെ ഓടിപ്പോയിട്ട് വാഷ്റൂമിൽ പോയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നൊക്കെ. അതിലെൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ പ്ലാച്ചിൻ്റെ അടുത്ത് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞു, അതിനിപ്പോൾ എന്താണ്, കുഴപ്പമൊന്നുമില്ല, നീ അത് വിട്ടേക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി പ്ലാച്ചി എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ടാവില്ല എന്തായാലും. അതിനുശേഷം ശോഭ സപ്പോർട്ട് ചെയ്ത രീതിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നീ ഇപ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത്, നീ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടില്ല, നിൻ്റെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ പോവും, അപ്പോൾ നീ അത് ഫേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നീ ഗെയിമിൽ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ക്ലൂ കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അനുമോളിനെ ഇവിടെ ഷിയാസും അതുപോലെ ശോഭയെ രക്ഷിക്കുകയാണ് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം ഈ ഒരു പ്ലാച്ചിനെ വെച്ചുള്ള ഒരു കോണ്ടന്റ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു. അതത്ര നല്ലൊരു കണ്ടന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ സാബുമാനേക്കാളും കൂടുതൽ കണ്ടന്റ് കിട്ടാക്കുന്ന പ്ലാച്ചിക്കായിരുന്നു അവിടെ കിട്ടിയിരുന്നത്. അനുമോളിനെ പോലെ തന്നെ പുറത്തേക്ക് ഷിയാസ് വലിച്ചെറിയ ചെയ്യുന്നത്. ഷിയാസ് പറഞ്ഞത്, നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ നിനക്ക് വേറെ നല്ല പാവ വാങ്ങിച്ചു തരാം, നീ ഇതിവിടെ വിട് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷിയാസ് ഇവിടെ അനുവിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു അനിയത്തിനെ പോലെയാണ് ഞാൻ ഇതിനെ കണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് ഷിയാസ് ഇവിടെ പറയുന്നത്. എനിക്ക് അനുമോൾ ഈ വെച്ചുള്ള കളി കുറച്ച് ബോറായിരുന്നു സത്യം പറഞ്ഞാൽ. ഇനി പ്ലാച്ചി ഇല്ലാത്തൊരു കണ്ടന്റ് അനുമോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും നമുക്ക് നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.